ദിവസം എന്തുമാത്രം വാർത്തകളല്ലേ നമ്മളിലേക്ക് വരാറ്. നമ്മൾ ചിലത് വായിക്കും, ചിലത് ഹെഡ്ലൈൻ മാത്രം നോക്കി വിടും. പക്ഷെ കുട്ടികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ നമ്മൾ കാണാൻ നടക്കും എന്താ സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത്തരത്തിലൊരു വാർത്ത വന്നത് കഴിഞ്ഞ 2-3 മാസത്തിനുള്ളിൽ 3ഓളം കുട്ടികൾ കേരളത്തിൽ ബ്രെയിൻ ഇൻഫെക്ഷൻ വന്ന് മരിച്ചിട്ടുണ്ട്. വാർത്ത എങ്ങനെയായിരുന്നു, അവരുടെ സ്കൂളുകളിൽ നിന്ന് ട്രിപ്പ് പോയപ്പോൾ വെള്ളത്തിൽ കളിക്കുകയും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളത്തിൽ കളിക്കുകയും അവിടുന്ന് അവർക്ക് ഒരു അമീബിക് ഇൻഫെക്ഷൻ, ഈ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നാണ് പറയുന്നത്, അത് ഇൻഫെക്ഷൻ ആവുകയും അതേ തുടർന്ന് ആ കുട്ടികൾ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ ഈ രീതിയിൽ ട്രിപ്പ് പോകുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. പോകുമ്പോൾ കുറേയും കൂടെയൊക്കെ ശ്രദ്ധ പുലർത്തിയാൽ നല്ലതായിരിക്കും. അപ്പം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് മേക്ക് ഷുവർ ചെയ്യുകയൊക്കെ ചെയ്തിട്ട് കുട്ടികളെ അതിലേക്ക് ഇറക്കാനൊക്കെ ശ്രദ്ധിക്കുക. അപ്പം ഈ വാർത്ത വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. നമ്മുടെ നാടുകളിൽ പൊതുവെ കണ്ടിട്ടില്ലാത്ത ഒരു രീതിയുണ്ട്. വേണമെങ്കിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്ന രീതിയാണ്. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ചില രാജ്യങ്ങളിലൊക്കെ ചെയ്ത് കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഉള്ള പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കൊക്കെ ഉണ്ടല്ലോ, നമ്മളെ കുട്ടികളെ ഈ പിക്നിക് എന്ന രീതിയിൽ 1 ഡേ ഒരു ഔട്ടിങ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് നമ്മളെ കുട്ടികളെ നമ്മൾ സ്കൂളിനോട് ചേർന്ന് തന്നെ, ഒരുപാട് ദൂരത്തിലൊന്നും അല്ലാത്ത സ്കൂളിലിരിക്കുന്ന സിറ്റിയിലോ പഞ്ചായത്തിലോ വില്ലേജോ ആയിക്കോട്ടെ, ഒരു പോലീസ് സ്റ്റേഷനിലേക്ക്, ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ദിവസം കുട്ടികളെ കൊണ്ടുപോയിട്ട് അവിടുത്തെ ഓഫീസേഴ്സിനെ പരിചയപ്പെടുത്തുക, അവിടുത്തെ സിസ്റ്റം പരിചയപ്പെടുത്തുക. ഒരു എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾ എങ്ങനെയാണ് അവരുടെ പോലീസിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, എമർജൻസി നമ്പർ എത്രയാണ്, നമ്മൾ എത്ര കുട്ടികൾക്ക്, നമ്മളൊക്കെ കുട്ടികളോട് ചോദിച്ചു നോക്കണം, പോലീസ് എമർജൻസി നമ്പർ നമ്മൾ കുട്ടികൾക്ക് അറിയുമെന്ന്. സാധ്യത വളരെ കുറവാണ്. ഈ രീതിയിലുള്ള കാര്യങ്ങൾ വളരെ ബേസിക്കാണ്. ഒരു ബേസിക് സിവിക് റെസ്പോൺസിബിൾ ആയിട്ട് കുട്ടികളെ വളർത്തിയെടുക്കാൻ വേണ്ടി ഈ രീതിയിലുള്ള കാര്യങ്ങൾ, പോലീസിങ് മാത്രമല്ല, ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഒരു ഫയർ സ്റ്റേഷൻ ആയിക്കോട്ടെ, ഒരു പോസ്റ്റ് ഓഫീസ് ആയിക്കോട്ടെ, ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയിക്കോട്ടെ, നമ്മളെ KSRTC അല്ലെങ്കിൽ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് കുട്ടികളെ പിക്നിക്ക് അല്ലെങ്കിൽ ഒരു ഡേ ഔട്ട് എന്ന രീതിയിൽ കൊണ്ടുപോയിട്ട് അവിടെയുള്ള ഓഫീസേഴ്സോ അവിടുത്തെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് നമുക്കൊരു ഇൻട്രാക്റ്റീവ് സെഷൻസ് ഒക്കെ നടത്തി കുട്ടികൾക്ക് കുറേ അവയർനെസ് നമുക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റും. ഒരു ആക്റ്റീവ് ലേണിംഗ് എന്ന രീതിയിൽ അവർക്ക് കണ്ടും തൊട്ടും പരിചയപ്പെടുത്താൻ പറ്റും. ഒരു ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ റോഡ് സൈനേജിനെ കുറിച്ചും ട്രാഫിക് സ്പീഡുകളെ കുറിച്ചും, ഈ കുട്ടികൾ തന്നെ യാത്ര ചെയ്യുന്ന വാഹനങ്ങളുടെ സ്പീഡ് പരിധി എന്താണെന്ന് കുട്ടികളെ അവയർനെസ് കൊടുക്കാൻ പറ്റും. ഒരുപാട് സ്പീഡിൽ പോകുന്ന സ്കൂൾ ബസ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് തന്നെ ഉണ്ടല്ലോ, അത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാനോ അറ്റ്ലീസ്റ്റ് അവരുടെ പേരൻസിനടുത്ത് പറയാനൊക്കെ പറ്റും. ഒരു ഹെൽത്ത് റിലേറ്റഡ് ഒരു PHCയിലാണെങ്കിൽ പോയാൽ അവിടെയുള്ള ഡോക്ടറെ കൊണ്ട് കുട്ടികൾക്ക് ഒരു ചെറിയ ഇൻട്രാക്റ്റീവ് സെഷൻ കൊടുത്ത് എങ്ങനെ ഒരു പേഴ്സണൽ ഹൈജീൻ എങ്ങനെ വേണം, ഉണ്ടല്ലോ, കയ്യിലെ നഖം വെട്ടുന്നതിൻ്റെ ആവശ്യകത തുടങ്ങി പേഴ്സണൽ ഹൈജീൻ ഉണ്ടല്ലോ, കുളിക്കേണ്ടതും കയ്യിൽ നഖം വെട്ടേണ്ടതും കൈ വാഷ് ചെയ്യേണ്ട രീതി തുടങ്ങിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് രസകരമായിട്ടുള്ള രീതിയിൽ അവർക്ക് ഒരു ഇൻട്രാക്റ്റീവ് സെഷൻസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിലൊക്കെ കുട്ടികൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഏത് രീതിയിൽ വേണമെങ്കിൽ ഏത് എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു പ്രിൻറ്റിങ് മീഡിയ പോയിട്ട് കുട്ടികൾക്ക് അവിടുത്തെ സിസ്റ്റം എന്താണെന്നും അവിടെ എങ്ങനെയാണ് ന്യൂസ് കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതെങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യുന്നതെന്നും, അല്ലെങ്കിൽ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ആണെങ്കിൽ അതെങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു, എങ്ങനെ ബ്രോഡ്കാസ്റ്റിംഗ് റൂമിലിരുന്ന് അവരെങ്ങനെയാണ് പറയുന്നതെന്നും, നമ്മൾക്കൊരു വാർത്തയുണ്ടെങ്കിൽ എങ്ങനെ മീഡിയയിലേക്ക് എത്തിക്കാൻ പറ്റും, ഒരു കുട്ടികൾക്കൊരു ട്രോമ, അവർക്കെതിരെ ഒരു ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഒരു മീഡിയയിൽ അറിയിക്കണം എന്ന് തുടങ്ങിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടി ഉപകാരപ്പെടും. അപ്പോൾ കുട്ടികളെ ഈ പറഞ്ഞ പാർക്കിലും ബീച്ചിലും ഈ പറഞ്ഞല്ലോ ഒക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇത്തരം ചില സെഷൻസ് കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ സ്കൂൾ മാനേജ്മെൻറ്റ്
ആഡ് ചെയ്യുവാണെങ്കിൽ അത് കുട്ടികളൊക്കെ ഒരു സിവിക് സെൻസ് കുറച്ചും കൂടെയൊക്കെ ബെറ്റർ ആയിട്ടുള്ള മനുഷ്യരാക്കിക്കൊണ്ട് സ്കൂളിൽ നിന്ന് ഉണ്ടല്ലോ വരാൻ സാധിക്കും. ഇത് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും സ്കൂളുകളിൽ ഇത്തരം രീതികളൊക്കെ അവലംബിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടെങ്കിൽ അത് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ ഈ പറഞ്ഞ ഹോസ്പിറ്റല്, പോലീസ് സ്റ്റേഷൻ, ഇപ്പോൾ പോസ്റ്റ് ഓഫീസ്, ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ്, പബ്ലിക് ട്രാൻസ്പോർട്ടിങ്, പിന്നെ അതുപോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന വേറെ എന്തെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ, കുട്ടികളെ പരിചയപ്പെടുത്താവുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അതും അത്തരം സ്ഥലങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലേക്ക് ഇടണം. നിങ്ങളൊക്കെ ഒരു പേരൻ്റ് ആണെങ്കിൽ നിങ്ങൾ സ്കൂളുകളിലെ മീറ്റിങ്ങുകളിലൊക്കെ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരു തോട്ട് പ്രൊവോക്കിംഗ് സാധനമായിട്ട് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് പ്രത്യാശിക്കുന്നു. താങ്ക് യു.